നമസ്കാരം, ഞാൻ നീതു. ഐഷ മൈഡിയാസ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള രാഷ്ട്രീയത്തിലും ഭരണത്തിലും പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാർ അധികാരമേറ്റിരിക്കുകയാണ്. സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളും തൊഴിലാളികളും വയോധികരും വലിയ പ്രതീക്ഷയോടെയാണ് നോക്കാറുള്ളത്. ആ പ്രതീക്ഷകൾ ഒട്ടും തെറ്റിക്കാതെ അധികാരമേറ്റെടുത്തതിന് പിന്നാലെ നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വിപ്ലവകരമായ 6 പ്രഖ്യാപനങ്ങളാണ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. ജനങ്ങളോടൊപ്പം ജനങ്ങൾക്കായി എന്ന ആപ്തവാക്യത്തോടെ വി.ഡി. സതീശൻ സർക്കാർ പുറത്തുവിട്ട ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങളാണിത്. ഇതിനെ വെറും ഒരു പ്രഖ്യാപനം എന്ന് പറയാൻ പറ്റില്ല. സാധാരണക്കാരുടെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന 6 ഉറപ്പുകളാണ് ആദ്യ ദിവസം തന്നെ സർക്കാർ പാലിച്ചിരിക്കുന്നത്. പലപ്പോഴും പല ഗവൺമെന്റുകളും അധികാരത്തിൽ വരുമ്പോൾ വലിയ വലിയ സാമ്പത്തിക പദ്ധതികളെക്കുറിച്ചോ വൻകിട പദ്ധതികളെക്കുറിച്ചോ ഒക്കെയാണ് സംസാരിക്കാറുള്ളത്. എന്നാൽ ഈ പുതിയ സർക്കാർ ആദ്യമായി കൈവച്ചിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്ന, ദിവസവും കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ത്രീകൾ ഏറെ നാളായി കാത്തിരുന്ന KSRTC ബസ്സുകളിലെ സൗജന്യ യാത്ര. അത് എപ്പോൾ മുതൽ ആരംഭിക്കും? അതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? അതുകൂടാതെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ രൂപീകരിക്കാൻ പോകുന്ന ഒരു പുതിയ വകുപ്പ് ഏതാണ്? ആശാ വർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, സ്കൂളുകളിലെ പാചക തൊഴിലാളികൾ എന്നിവർക്ക് ലഭിച്ച വമ്പൻ വേതന വർധനവ് എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നത്? നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് UDF മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് സർക്കാരുകൾ വന്നപ്പോൾ ആദ്യം നടപ്പിലാക്കിയ ശക്തി പദ്ധതി വൻ വിജയമായിരുന്നു. അതിന്റെ ചുവട് പിടിച്ചാണ് കേരളത്തിലും ഇത് നടപ്പിലാക്കുന്നത്. എന്നാൽ ഇതിന്റെ തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരുന്ന ജൂൺ 15 മുതൽ കേരളത്തിലെ സ്ത്രീകൾക്ക് ഈ ആനുകൂല്യം ലഭിച്ചു തുടങ്ങും. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പലർക്കും പല സംശയങ്ങളുണ്ട്. എല്ലാ ബസ്സിലും കയറി സൗജന്യമായി യാത്ര ചെയ്യാൻ പറ്റുമോ? ദീർഘദൂര ബസ്സുകളിൽ ഇത് ബാധകമാണോ? നിലവിൽ വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് KSRTCയുടെ ഓർഡിനറി ബസ്സുകൾ, നഗരങ്ങളിൽ സർവീസ് നടത്തുന്ന സിറ്റി സർക്കുലർ, സിറ്റി ഷട്ടിൽ ബസ്സുകൾ എന്നിവയിലായിരിക്കും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യ യാത്ര അനുവദിക്കുക. സൂപ്പർ ഫാസ്റ്റ്, മിന്നൽ, സ്വിഫ്റ്റ്, എക്സ്പ്രസ് തുടങ്ങിയ ദീർഘദൂര ലക്ഷറി ബസ്സുകളിൽ നിലവിൽ ഈ ആനുകൂല്യം ഉണ്ടായിരിക്കില്ല. ആർക്കൊക്കെയാണ് ഗുണം? ദിവസവും ജോലിക്ക് പോകുന്ന തൊഴിലാളികൾ, കച്ചവട സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ഗാർഹിക തൊഴിലാളികൾ, കോളേജുകളിലും സ്കൂളുകളിലും പോകുന്ന വിദ്യാർത്ഥിനികൾ എന്നിവർക്കെല്ലാം ഇത് വലിയൊരു അനുഗ്രഹമാണ്. മാസത്തിൽ ബസ് ചാർജ് ഇനത്തിൽ മാത്രം ഒരു സാധാരണ കുടുംബത്തിന് 1500 രൂപ മുതൽ 3000 രൂപ വരെ ഇതിലൂടെ ലാഭിക്കാൻ സാധിക്കും. അത് കുടുംബത്തിന്റെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. യാത്രാ മാനദണ്ഡങ്ങൾ: ജൂൺ 15 മുതൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കേരളത്തിലെ സ്ഥിരതാമസക്കാരാണെന്ന് തെളിയിക്കുന്ന ആധാർ കാർഡോ വോട്ടർ ID കാണിച്ചാൽ മതിയാകും. കണ്ടക്ടർമാർ നിങ്ങൾക്ക് തുക രേഖപ്പെടുത്താത്ത 0 ടിക്കറ്റ് നൽകും. ഭാവിയിൽ ഇതിനായി സ്മാർട്ട് കാർഡുകൾ കൊണ്ടുവരാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പ്രഖ്യാപനത്തിലേക്ക് വരാം. ചരിത്രത്തിൽ ആദ്യമായി വയോജനങ്ങൾക്ക് പ്രത്യേക വകുപ്പ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി മാത്രമായി ഒരു പ്രത്യേക സർക്കാർ വകുപ്പ് ഉണ്ടായിട്ടില്ല. സാധാരണയായി സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലാണ് ഇവരുടെ കാര്യങ്ങൾ വരാറുള്ളത്. എന്നാൽ നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. കേരളം അതിവേഗം പ്രായമാകുന്നവരുടെ ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം വീടുകളിലും മക്കൾ വിദേശത്തോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ ജോലി ചെയ്യുകയാണ്. നാട്ടിൽ പ്രായമായ അച്ഛനമ്മമാർ ഒറ്റയ്ക്ക് താമസിക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാടാണ്. അവരുടെ സുരക്ഷ, ആരോഗ്യം, മാനസിക വശം എന്നിവയെല്ലാം സംരക്ഷിക്കേണ്ടത് ഒരു ക്ഷേമ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് വി.ഡി. സതീശൻ സർക്കാർ മുതിർന്ന പൗരന്മാർക്കായി മാത്രമായി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ചത്.
ഈ വകുപ്പ് വരുന്നതോടെ താഴെ പറഞ്ഞ കാര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാകും. ഏകോപിപ്പിച്ച പെൻഷൻ സംവിധാനം. വയോധികർക്കുള്ള ആനുകൂല്യങ്ങളും പെൻഷനുകളും തടസ്സമില്ലാതെ ഒരൊറ്റ വകുപ്പ് വഴി വിതരണം ചെയ്യും. വയോജന കെയർ ഹോമുകൾ. ഒറ്റപ്പെട്ടു പോകുന്ന പ്രായമായവർക്കായി അത്യാധുനിക സൗകര്യങ്ങളോടും മെഡിക്കൽ സഹായത്തോടും കൂടിയുള്ള സർക്കാർ കെയർ ഹോമുകൾ വിപുലീകരിക്കും. പ്രത്യേക ആരോഗ്യ പരിരക്ഷ. വയോധികർക്ക് സൗജന്യ മരുന്നുകളും കൗൺസിലിങ്ങും വീടുകളിൽ എത്തിക്കാനുള്ള പ്രത്യേക ഹെൽത്ത് നെറ്റ്വർക്ക് ഈ വകുപ്പിന് കീഴിൽ വരും. ഈ തീരുമാനം നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും നൽകുന്ന സുരക്ഷിതത്വം വളരെ വലുതാണ്. മൂന്നാമത്തെ പ്രഖ്യാപനം നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഏറ്റവും താഴെ തട്ടിൽ കിടന്ന് ചോര നീരാക്കി പണിയെടുക്കുന്ന നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടിയുള്ളതാണ്. ആശാ വർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ചു. ആരാണ് ആശാ വർക്കർമാർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ ഒരു പനിയോ പകർച്ചവ്യാധിയോ വന്നാൽ, അല്ലെങ്കിൽ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും കൃത്യമായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണമെങ്കിൽ ആദ്യം നമ്മുടെ വീട്ടുമുറ്റത്ത് ഓടിയെത്തുന്നത് ഈ ആശാ വർക്കർമാരാണ്. വെയിലത്തോ മഴയത്തോ ഓരോ വീടും കയറി ഇറങ്ങുന്ന ഇവരുടെ അധ്വാനം വാക്കുകൾക്ക് അപ്പുറമാണ്. എന്നാൽ ഇത്രയും വലിയ സേവനം ചെയ്യുന്ന ഇവർക്ക് ലഭിക്കുന്ന പ്രതിമാസ വേതനം അല്ലെങ്കിൽ ഓണറേറിയം എത്ര കുറവാണെന്ന് നമുക്കറിയാം. പലപ്പോഴും അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് സമരങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ അവരുടെ അധ്വാനത്തെ വിലമതിച്ചുകൊണ്ട് ഒറ്റയടിക്ക് 3000 രൂപയുടെ വർധനവ് ശമ്പളത്തിൽ വരുത്തിയിരിക്കുന്നത്. ഇത് സാധാരണക്കാരായ ആ കുടുംബങ്ങൾക്ക് നൽകുന്ന സാമ്പത്തിക ആശ്വാസം വളരെ വലുതാണ്. അവരുടെ സേവനത്തിനുള്ള മികച്ചൊരു അംഗീകാരമായി ഈ തീരുമാനത്തെ കാണാം. ഇനി ബാക്കിയുള്ള 3 പ്രഖ്യാപനങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണവും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതാണ്. സർക്കാർ ഇവരുടെ കാര്യത്തിലും വലിയൊരു കരുതലാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ അങ്കണവാടി ടീച്ചർമാർക്കും ഹെൽപ്പർമാർക്കും ചെയ്യുന്ന ജോലി വളരെ വലുതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യമായി അക്ഷരങ്ങളുടെയും അച്ചടക്കത്തിന്റെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്നത് ഇവരാണ്. കുട്ടികൾക്ക് പോഷകാഹാരം ഉറപ്പാക്കുന്നതിനും ഇവരുടെ പങ്ക് വലുതാണ്. അവരുടെ ശമ്പളത്തിൽ 1000 രൂപയുടെ വർധനവാണ് വരുത്തിയിരിക്കുന്നത്. സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചു. സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന ലക്ഷക്കണക്കിന് പാവപ്പെട്ട കുട്ടികൾക്ക് ഉച്ചയ്ക്ക് വിശപ്പടക്കാൻ സ്നേഹത്തോടെ ഉച്ചക്കഞ്ഞി വെച്ചു വിളമ്പുന്ന നമ്മുടെ അമ്മമാരുണ്ട്. കനത്ത ചൂടിൽ വലിയ പാത്രങ്ങളിൽ പുകയേറ്റ് പണിയെടുക്കുന്ന അവരുടെ അധ്വാനത്തെ മാനിച്ചുകൊണ്ട് അവരുടെ വേതനത്തിലും 1000 രൂപയുടെ വർധനവ് സർക്കാർ നൽകിയിട്ടുണ്ട്. പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും 1000 രൂപ വർദ്ധിപ്പിച്ചു. സ്കൂളുകളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും കുട്ടികളെ പരിപാലിക്കുന്ന ആയമാർക്കും കഠിനമായ അധ്വാനമുണ്ട്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുക എന്നത് മാനസികമായും ശാരീരികമായും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരുടെ ശമ്പളത്തിലും 1000 രൂപയുടെ വർധനവ് ഈ ആദ്യ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. അപ്പോൾ കൂട്ടുകാരെ, വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത 6 ചരിത്രപരമായ ജനകീയ തീരുമാനങ്ങളാണ് നമ്മൾ ഇന്ന് വളരെ വിശദമായി ചർച്ച ചെയ്തത്. സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ ലഭിക്കുന്ന സൗജന്യ KSRTC യാത്ര, വയോജനങ്ങൾക്കായി മാത്രം രൂപീകരിക്കുന്ന പ്രത്യേക വകുപ്പ്, കൂടാതെ ആശാ വർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ എന്നിവർക്ക് നൽകിയിട്ടുള്ള ശമ്പള വർധനവ്, ഇവയെല്ലാം നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഈ സർക്കാർ ആദ്യ ദിവസം തന്നെ മുൻഗണന നൽകിയിരിക്കുന്നത് കോർപ്പറേറ്റുകൾക്കോ വലിയ വികസന പദ്ധതികൾക്കോ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർക്കാണ്. വരും ദിവസങ്ങളിൽ PSC ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിലും ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലും കൂടുതൽ ഔദ്യോഗിക തീരുമാനങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരം ഓരോ ഔദ്യോഗിക അറിയിപ്പുകളും വരുമ്പോൾ ഒട്ടും വൈകാതെ കൃത്യമായ വിവരങ്ങളോടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ 6 പ്രഖ്യാപനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സർക്കാരിന്റെ ഈ തുടക്കം മികച്ചതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞാൻ ഓരോ കമന്റും വായിച്ച് മറുപടി നൽകാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഇത് പരമാവധി ഷെയർ ചെയ്യുക.
നമ്മുടെ ചാനൽ ഐഷാം ഐഡിയാസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പ്രധാന അറിയിപ്പുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.